പീരിയഡ്സിന്റെ രണ്ടാമത്തെ ദിവസം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ വിത്ത് ലോട്ട്സ് ഓഫ് മൂഡ് സ്വിങ്സ്. അപ്പോൾ രാവിലെ എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാൻ ത്രാണി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങി തിന്നാന്ന് വിചാരിച്ചാൽ ചൂട് രീതിയിൽ കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. പക്ഷേ അതുകൊണ്ട് ഞാൻ അടങ്ങിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കടലയും കൂടെ തിന്ന് സോ ദാറ്റ് എൻ്റെ ബോഡി കുറച്ച് ഹീറ്റ് ആകുമ്പോൾ വേദനയ്ക്ക് കുറച്ച് കുറവുണ്ടാവും. രാവിലെ പോലെ തന്നെ ഉച്ചയ്ക്ക് എനിക്ക് അടുക്കളയിൽ കയറാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതും കുറച്ച് ഹെൽത്തി തന്നെ രീതിയിൽ ഓർഡർ ചെയ്തു. കാരണം അൺഹെൽത്തി കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ കണ്ടീഷൻ ഒന്നും കൂടെ വേഴ്സ് ആവാനായിട്ട് തോന്നാറാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഗീ മസാല ദോശ വിത്ത് തട്ട ഇഡലി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നിങ്ങൾക്ക് ഇറങ്ങി പറയട്ടെ ഗൈസ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചാൽ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയ തരം സാധനം, പക്ഷേ ഞാൻ മുഴുവൻ കഴിച്ചു തീർത്തു. അത്രയും നേരം ഉണ്ടായിരുന്നു എൻ്റെ വായിൽ നല്ല സ്വാദം നശിപ്പിക്കാനായിട്ട് ഞാൻ ഒരു കേസരി ഹൽവ കഴിച്ചു. എന്നിട്ട് ഇത്ര നല്ല ചോക്ലേറ്റ് എൻ്റെ കൺമുമ്പിലുണ്ടായിട്ട് പണ്ടാറടങ്ങി എൻ്റെ മൂഡ് സ്വിങ് കാരണം എനിക്കത് കഴിക്കാൻ തോന്നിയില്ല. ആൻഡ് ബ്ലിങ്കിട്ട് ഞാൻ പാഡ് ഓർഡർ ചെയ്തു. അപ്പോൾ അവർ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിൻഡർ ജോയ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് ടോയ്സ് ഒന്നും ഇല്ലായിരുന്നു. പ്ലസ് ഇത് ബോൾ പോലെയല്ല, നോർമൽ രീതിയിൽ അവരെന്തെങ്കിലും ഒപ്പിച്ച് വെച്ചാൽ, പക്ഷേ സാരല്ല, നമുക്ക് ഫ്രീയിലാണല്ലോ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻജോയ് ചെയ്തു. ഈ കപ്പ് കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് കേസ്, നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷനിൽ മേടിച്ചായിരുന്നു. ആൻഡ് എൻ്റെ അടുത്ത് പാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് എക്സ്പയറി ഡേറ്റ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ അതും കഴിച്ചു. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് കുറച്ച് ഗിൽട്ട് വന്നു തുടങ്ങി. പിന്നെ എനിക്ക് ഒന്ന് ബോഡിക്ക് കുറച്ച് ഹീറ്റിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ചവൻപ്രാഷ് ആക്ച്വലി നല്ലതാണ് തണുപ്പത്ത് ചൂട് തരാനായിട്ട്. അപ്പോൾ ഞാൻ അതും ഒരു സ്പൂൺ കഴിച്ചു. ആൻഡ് രാത്രി ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ച മസാല തട്ടിടില്ല. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ ഒരു വടയും മുത്തപ്പം മേടിച്ചിരുന്നു. പക്ഷേ അപ്പം ഞാൻ കഴിച്ചില്ല. ഇപ്പം ഞാൻ ചൂടാക്കിയാൽ കഴിക്കാനായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഡെസേർട്ട് ആയിട്ട് ഞാൻ ഇവിടെ ഗാജര ഹലുവയും മെഴുകി നല്ല അടിപൊളി പീരീഡ്സ് ആയിരുന്നു ഗൈസ്.